വർക്ക് ഇല്ലാണ്ട് വന്നപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഭയങ്കര പ്രഷറാണ്. വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, ജോലിക്ക് പോകും, ആൾക്കാർ എന്ത് പറയുന്നു അങ്ങനെ പറയുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്കൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ EMI അടയ്ക്കാൻ വെച്ചാൽ എനിക്ക് അത് പറ്റൂല. 2500 ഉള്ളൂ, പക്ഷേ എനിക്കത് പറ്റൂലായിരുന്നു അന്നേരം. എന്നിട്ട് ഞാനത് കൊടുത്ത്. പിന്നെ ഒരു 2-3 വർഷമൊക്കെ അങ്ങനെ കിട്ടുന്ന വർക്ക്സും എല്ലാം അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് എല്ലാം ഈ RCയിലോട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ ഇതിൽ നിന്നൊരു റവന്യൂ നാളെ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല. എന്താ പറയുക, ഞാൻ എവിടെയോ ഉണ്ടായിരുന്നു, ഈ പൈസയുടെ പുറകെ പോയാൽ പൈസ ഓടുന്നു പറയില്ലേ, അത് തന്നെ. നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്ത് നമ്മൾ അതിൽ മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം പുറകെ വരും എന്ന് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കി. ആദ്യം വാങ്ങിയിട്ടുള്ളൊരു RC കാർ ഏതാ? ആദ്യം വാങ്ങിയത് ഈ ഹോബി ഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 2017, 16, 17 ആ ഒരു ടൈമിലാണ് മേടിക്കുന്നത്. ഒരു കുഞ്ഞൻ ഒരു കാർ, യൂസ്ഡ് കാർ, ഒരു 6000 ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു യൂസ്ഡ് കാർ മേടിച്ച് അത് യൂസ് ചെയ്ത് തുടങ്ങി ഉള്ള പ്രാന്താണ് പിന്നെ ഇങ്ങനെ കൂടി വന്നത്. ഈ RC കാറുകൾ ആ സമയത്ത് ഞാൻ ഒരു ഇന്റർവ്യൂ കേട്ടിട്ടുണ്ട്, അധികം ആളുകൾക്ക് പരിചയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടം തുടങ്ങിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ജേർണി തന്നെ ഒരുപാട് ആളുകൾക്ക് RC കാറോട് കണക്ഷൻ വന്നിട്ടുണ്ട്, ഇഷ്ടം വന്നിട്ടുണ്ട്, വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു മാറ്റം എങ്ങനെ ശരിക്കും കാണുന്നത്? അത് അന്ന് തുടങ്ങിയ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയില്ല, ഇതെന്താണ് സംഭവം, ഇത് എന്ത് ഗ്രേഡ് ടോയ്സ് ആണ്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് പുറത്തുനിന്ന് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലത്തെ രീതിയിലുള്ള ഇവിടെ കിട്ടുന്ന ടോയ്സ് ആണെന്നാണ്. അപ്പം അന്നൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ പാടത്തൊക്കെ വീഡിയോ എടുക്കാൻ പോകും, അന്ന് വേറെ ജോലിയൊന്നുമില്ല. അപ്പോൾ പാഷൻ്റെ പുറത്ത് ഒന്നുമില്ല, രാവിലെ ഇറങ്ങും, വീഡിയോ എടുക്കാൻ പോകും, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവും, സപ്പോർട്ട് ചെയ്യാൻ അവരൊക്കെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ എടുക്കും. ഇങ്ങനെ ഞാൻ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ടിക്ടോക്കിലാണ് വീഡിയോ ഇടുന്നത്. ടിക്ടോക്കൊക്കെ ഉണ്ടായ സമയത്ത് അന്ന് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നല്ല റെസ്പോൺസ് കിട്ടി ആൾക്കാരിൽ നിന്ന്. ആൾക്കാർ ഫസ്റ്റ് ആയിട്ട് കാണുന്നത്, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടി ഫസ്റ്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് കുറേ കൂടെ വീഡിയോ ചെയ്തുകൂടാ. ഞാൻ വീഡിയോ ചെയ്ത് ടിക്ടോക്കിലിട്ട് ഈ ഡ്രിഫ്റ്റിങ്ങും പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്ടോക്കിൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. റിയൽ വണ്ടിയിട്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്ന അഭ്യാസമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവർ ബാൻ ചെയ്യും. അപ്പോൾ ഈ RC കാർ ഞാൻ ചെയ്തിരുന്ന ജോലി സിനിമാറ്റോഗ്രാഫിയാണ്. അപ്പോൾ നമ്മൾ അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് റിയൽ കാറാന്ന് വിചാരിച്ചിട്ട് അവരെന്നെ ടിക്ടോക്കിൽ നിന്ന് ബാൻ ചെയ്തു. പിന്നെ സമാധാനമുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ടിക്ടോക്ക് ഇന്ത്യയിൽ നിന്ന് നിരോധിച്ചു. സമാധാനം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലോട്ട് ഇതിലോട്ട് വരുന്നത്. അപ്പോൾ അതിലോട്ട് യൂട്യൂബിലോട്ടൊക്കെ വരാൻ നേരത്ത് ഇത് പിന്നെയും ആൾക്കാരിലോട്ട് റീച്ചായി. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ വില പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തുടക്കം ഒരു 10,000-15,000 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇതിന് ഈ ചെറിയ വണ്ടിക്ക് ഇത്ര വിലയോ എന്നൊക്കെ ചോദിച്ചിട്ട് അന്ന് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി മെസ്സേജ് അയക്കും, എന്തിനാണ് ഇതേപോലെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ വില കൂട്ടി പറയണോ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ പിന്നെ വിലേനെ പറ്റി മിണ്ടാണ്ടായി. പിന്നെ ആ സമയത്ത് നമ്മൾ പബ്ലിക്കിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്ക് ഇവരൊക്കെ ഇങ്ങനെ പ്രൈസിനെ പറ്റിയൊക്കെ ചോദിക്കും. അപ്പോഴൊക്കെ നമുക്ക് പറയാനൊരു മടിയാണ്, കാരണം അവർ വിശ്വസിക്കില്ലോ എന്ന് നമുക്കറിയില്ല. നമുക്കിപ്പോൾ ഒരു കാരണം 50,000 രൂപയാണ് അല്ലെങ്കിൽ ഒരു 60,000 രൂപയാണെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും ഇത്ര എമൗണ്ട് കൊടുത്തിട്ട് ആളുകൾ ഈ കാറുകൾ വാങ്ങുമോ? പ്രത്യേകിച്ച് ഇപ്പൊ അതിനോട് ക്രേസിൽ ആളുകളായിരിക്കും കൂടുതൽ വാങ്ങുക. അപ്പൊ ആളുകൾക്ക് എപ്പോഴും ആദ്യം ഡൗട്ട് വരുന്നത്, ഇത്രയും പൈസ കൊടുത്ത് നമ്മളൊരു കാർ വാങ്ങോ, അത് യൂസ് ചെയ്യുമെന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. അവരോട് എന്താ പറയാനുള്ളത്? വൺസ് ഒരു യൂസ് ചെയ്ത ഒരാൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയ ഒരാൾ ഉറപ്പായിട്ടും ഇതിന് അഡിക്റ്റ് ആവും, ഇത് മേടിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നോർമൽ ഒരു ടോയ് ഓടിക്കുന്ന പോലെയല്ല. നമ്മളൊരു റിയൽ കാർസ് എങ്ങനെ ഒരു സ്ലോ മൂവ്മെന്റ്, ഒരു സ്പീഡ്, പിന്നെ എങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നു അതുപോലെയൊക്കെ നമുക്ക് ഇതിന്റെ റിമോട്ടിൽ നമുക്ക് ഇത് കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ പറ്റും. ഭയങ്കര ഫണ്ണാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ബാഡൊക്കെ അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെടുത്ത് 2 കറക്കം കറക്കി പ്രശ്നം തീരുന്ന പറയില്ല, അതുപോലത്തെ ഒരു മൂഡ് സാധനങ്ങൾ ഇതൊക്കെ. അപ്പോൾ അങ്ങനത്തെ വൈബ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇത് കണക്ട് ആവും. അപ്പോൾ അവർക്ക് ഇത് മനസ്സിലാവും ഇത് എന്തുകൊണ്ടാണ് ഇതിന്റെ വാല്യൂ ഇത്രയും. കാരണം അതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ആണെങ്കിലും അതിന്റെ മെക്കാനിക്കൽ സൈഡ് ആണെങ്കിലും അതിന്റെ ഇലക്ട്രോണിക്സും അതിന്റെ ക്വാളിറ്റിയും എല്ലാം അത്ര ഹൈ രീതിയിലുള്ളതാണ്. ഒരു റിയൽ വണ്ടിയുടെ ഒരു മെക്കാനിക്കൽ എങ്ങനെയാണോ അതിന്റെ സെയിം മിനിയേച്ചറാണ്. ഓക്കെ. ഇപ്പൊ ആദ്യം വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മൾ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിനുപരി ഇന്ന് വീഡിയോ ചെയ്യുമ്പോൾ എങ്ങനെയാ ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, അല്ലെങ്കിൽ കൂടുതൽ ഇൻഫോർമേഷൻ കൊടുക്കണം, അങ്ങനെ എന്താണ് ഇപ്പൊ തോട്ട് പോകുന്നത് ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ്? നമുക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മാത്രം കുറച്ച് ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ബേസിക്കലി അവർക്ക് വേണ്ടി മാത്രം ചെയ്യുക. കാരണം അറിയുന്നവർക്ക് വേണ്ടി അങ്ങ് പറയാം. നമ്മളിപ്പോൾ ഒരു പുതിയൊരു വണ്ടി വന്നു കഴിഞ്ഞാലും ജസ്റ്റ് അങ്ങ് വീഡിയോ ചെയ്ത് അങ്ങ് പോവുക. പിന്നെ അതിനെ പറ്റിയുള്ള കൂടുതൽ എന്താണ് പുതിയ സ്പെക്ക് വന്നിരിക്കുന്നതെന്ന് പറയും.
പിന്നെ വില കൂടുതലും പറയാറില്ല. കാരണം ഇത് കൂടുതൽ പബ്ലിക്കിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ടാവും. അപ്പോൾ വെറുതെ എന്തിനാ നമ്മൾ, അപ്പോൾ അത് കാരണം ഇത് അറിയാവുന്നവർക്ക് അറിയാം എന്താണ് ഇതിൻ്റെ വാല്യൂ എന്നുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ അത് കാരണം അങ്ങനെ നോർമലി അങ്ങ് വീഡിയോ ചെയ്യും. പിന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞ് സംസാരിച്ച് വീഡിയോ ചെയ്യുന്നില്ല. കാണിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ എനിക്കൊരു നല്ലൊരു എന്താ പറയുക, ഒരു സിനിമാറ്റിക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ ഇഷ്ടം ഈ RC കാർസ് വെച്ചിട്ട്. സിനിമാറ്റോഗ്രാഫർ കൂടി ആകുമ്പോൾ മാക്സിമം നമ്മൾ അത് പ്രതീക്ഷിക്കാൻ മതി. ഇപ്പൊ എത്ര കളക്ഷൻസ് ഉണ്ട് ഇപ്പൊ കയ്യില്? ഒരു 40ഓളം വണ്ടികളുണ്ടാവും. അതിൽ ഏറ്റവും ഫേവറേറ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ? ഏറ്റവും ഫേവറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എന്താ പറയുക, എൻ്റെ ഒരു വലിയൊരു വണ്ടി മേടിക്കുന്നത് ഞാൻ എൻ്റെ ഒരു വലിയൊരു കാറ് വിറ്റിട്ടാണ്. അതെ. അപ്പോൾ അത് ഒരു 6 വർഷമായിട്ടുണ്ടാവും. ആ വണ്ടിയാണ് എൻ്റെ ഫേവറേറ്റ്. അന്നും ഇന്നും ആ വണ്ടിയാണ് എൻ്റെ ഫേവറേറ്റ്. അത് ഇപ്പോഴും ഉണ്ട്. അത് ഒന്നും പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഗരാജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കളക്ഷനിൽ വന്നിട്ടുള്ള ഒരു RC കാർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ? പോർഷയുടെ ഒരു മോഡൽ വന്നിട്ടുണ്ട്. പോർഷെ ഒരു പ്രൈമൽ RC എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ഈ അടുത്ത് ഇറക്കിയ ഒരു പോർഷെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് വീഡിയോസൊക്കെ അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതാണ് അവസാനമായിട്ട് മേടിച്ചത്. ഏകദേശം ഫിഗർ എത്രയാണ് അതിന്റെ 89,000 ആണ്. കയ്യിലുള്ളതിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് കൂടിയിട്ടുള്ള ഒരു കാർ ഏതാണ്? എക്സ്പെൻസീവ് ശരിക്കും കാർസ് അല്ല, കാർസും ഇതൊന്നുമല്ല, ഈ ഫ്ലൈയിങ് മോഡൽസ് ആണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ്. അതായത് ഹെലികോപ്റ്റേഴ്സും ഈ പറഞ്ഞ പോലെ ജെറ്റ് എൻജിൻസ് ഒക്കെ ഉണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഈ ഹെലികോപ്റ്റേഴ്സിന്റെ ഫുൾ സെറ്റ് കോസ്റ്റ് അറൗണ്ട് ഒരു 3 lakh, അങ്ങനെ 3 ലക്ഷം അങ്ങനെയാണ് അതിന്റെ വില. പക്ഷെ ഇത് പബ്ലിക്കിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മേടിക്കാൻ പോകുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുക. ഇതിനെപ്പറ്റി അന്വേഷിച്ച് തുടങ്ങുമ്പോഴായിരിക്കും ഇതിനെപ്പറ്റി ഇതിന്റെ വാല്യൂവിന്റെ കാര്യമാണെങ്കിലും എല്ലാം ആണെങ്കിലും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനം എൻ്റെ കയ്യിലിരിക്കുന്നത്. പിന്നെ ഈ ജെറ്റ് എൻജിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ ആൾക്കാരുടെ കയ്യിലുണ്ട്, ഇന്ത്യയിൽ കുറേ ആൾക്കാരുടെ കയ്യിലുണ്ട്. പക്ഷെ ഇതൊന്നും ഫ്ലൈ ചെയ്യാനായിട്ടുള്ള പ്രോപ്പർ സ്ഥലങ്ങളില്ല. ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്താ പറയുക, ഈ ഹോബീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും വന്നിട്ടില്ല. അത് പക്ഷെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ജർമ്മനി അല്ലെങ്കിൽ വേറെ സ്ഥലത്തൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഈ ഫ്ലൈറ്റിനും അല്ലെങ്കിൽ ഈ ഹെലികോപ്റ്റേഴ്സിനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു മിനി എയർപോർട്ട് തന്നെ ഉണ്ട്. അവർക്ക് അവിടെ ഫ്ലൈ ചെയ്യാം. ഇവിടെ നോർത്ത് സൈഡിലൊക്കെ ആൾക്കാർ ഫ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ നമുക്ക് അങ്ങനെ ഫ്ലൈ ചെയ്യാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ ഈ ജെറ്റ് എൻജിൻസ് ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ വെറുതെ അങ്ങ് വെക്കാവുന്നേ ഉള്ളൂ. ആ ഫ്ലൈറ്റ് ഒക്കെ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് ഒരു 10 ലക്ഷം രൂപ തൊട്ട് 25, 30 ലക്ഷം, 40 ലക്ഷം എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതാണ് ഏറ്റവും എക്സ്പെൻസീവ്. RCയിൽ ഏറ്റവും എക്സ്പെൻസീവ് ഈ ഫ്ലൈയിങ് മോഡൽസ് ആണ്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ, എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രീം ആയിട്ട് വാങ്ങണം എന്ന് ആഗ്രഹമുള്ള ഒരു വണ്ടി ഉണ്ടോ? ഡ്രീം ആയിട്ട് മേടിക്കണം എന്ന് ആഗ്രഹമുള്ളത് എനിക്ക് എസ്കാവേറ്റർ ആണ്. എസ്കാവേറ്റർ ആണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു എസ്കാവേറ്റർ ഉണ്ട്. അത് ഒരു 1.8 lakh അങ്ങനെ വരുന്ന മോഡലാണ്. റിയൽ ഹൈഡ്രോളിക്കിൽ വർക്ക് ചെയ്യുന്ന സാധനം. അതിൻ്റെ കൂടിയതുണ്ട് ഒരു 15 ലക്ഷം 16 ലക്ഷം രീതിയിലോട്ട് വരുന്ന സാധനം. അത് ഇപ്പൊ നമ്മളെ ആണെങ്കിലും ലിഫ്റ്റ് ചെയ്യും. എന്നുവെച്ചാൽ അത്രയും പവർഫുൾ. അതാണ് എൻ്റെ ഒരു ഡ്രീം എന്നുള്ള സാധനം. കാരണം ഫ്ലൈയിങ് മോഡൽസ് മേടിച്ചാൽ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല, ഇവിടെ എന്തായാലും പറ്റില്ല. പിന്നെ പുറത്തോട്ട് എവിടെയൊക്കെ പോകാം. ഇപ്പം RC വണ്ടികളോട് ഭയങ്കര താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഓൾറെഡി കൂടിയൊരു ടീം ഉണ്ടാവാം, റേസസ് വെക്കാറുണ്ട്. സോ അതിനുള്ളൊരു ട്രാക്ക് ഇപ്പൊ കേരളത്തിലുണ്ടോ? ശരിക്കും അതിനുള്ളൊരു ട്രാക്ക് ഇപ്പൊ പല ആൾക്കാരും പതിയെ സെറ്റ് ചെയ്ത് കൊണ്ട് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ RC കൾച്ചർ എന്ന് പറഞ്ഞൊരു കാര്യങ്ങൾ പതിയെ അപ്പായി വരുന്നുണ്ട്. നമ്മൾ വീഡിയോസിലാണെങ്കിലും കാണാം, കുറേ ആൾക്കാർ വീഡിയോസൊക്കെ ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ട്രാക്കുകളൊക്കെ ഇനിയും വരും, ഇനി എന്തായാലും വരും, എന്തായാലും ഇത് ഡെവലപ്പ് ആവുള്ളൂ. ഇത് ഓടിക്കുന്ന രീതിയുണ്ട്, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പം നമ്മളൊരു വണ്ടി വാങ്ങി അത് അങ്ങനെ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതാണോ? ഒരു അക്കാഡമി ഉണ്ട് ഇത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്? നമ്മളൊരു വണ്ടി മേടിച്ചിട്ട് ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലത്. എന്നുവെച്ചാൽ ഒരു ചെറിയൊരു മോഡൽ വണ്ടി മേടിക്കുക. പക്ഷേ ഏറ്റവും ആൾക്കാർ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട്, ഇത് ഹോബി ഗ്രേഡാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ആൾക്കാർ ഇപ്പോൾ ഇതിനെപ്പറ്റി അത്ര ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെറിയ ടോയ്സ് പോയി മേടിക്കും. ടോയ് ഗ്രേഡ്, നോർമൽ ടോയ് ഗ്രേഡ് പോയി മേടിക്കും. പക്ഷേ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കാറ്റഗറി ഉള്ളത്: ഹോബി ഗ്രേഡ്, സെമി ഹോബി ഗ്രേഡ്, ടോയ് ഗ്രേഡ്. അപ്പോൾ ഈ ടോയ് ഗ്രേഡും സെമി ഹോബി ഗ്രേഡൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ആ ഒരു മോഡൽ കൊണ്ട് തന്നെ അവരത് നിർത്തും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത്ര പെർഫോമൻസോ അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒരു ഫീൽ അവർക്ക് ജസ്റ്റ് അവർക്ക് നേരിട്ട് കിട്ടണമെന്നില്ല, അവരത് എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട്. സോ അങ്ങനെ മേടിക്കുമ്പോഴത്തേക്ക് അവരത് മടുക്കും. അതാണ് ഇതിലെ വേറൊരു സംഭവം. അപ്പോൾ ആൾക്കാർ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും ഹോബി ഗ്രേഡിൽ തന്നെ
ഏറ്റവും ചെറിയ മോഡൽസ് വെച്ചിട്ട് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാം. അപ്പോൾ പിന്നെ അവർക്ക് അപ്ഗ്രേഡ് ചെയ്യാനും അത് മോഡിഫൈ ചെയ്യാനും അതിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ ഏത് മോഡലായിരിക്കും ആദ്യമായിട്ട് വാങ്ങി ട്രൈ ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുക? അപ്പോൾ നമുക്കൊരു 15,000 ഒക്കെ ഒരു 10,000 15,000 ഒക്കെ മോഡൽസ് ഒക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ മാർക്കറ്റിലുണ്ട്. നമ്മുടെ വെബ്സൈറ്റിലാണെങ്കിലും ഉണ്ട്. അതൊക്കെ മേടിച്ച് ടെസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം നമ്മളൊരു കാറ് വാങ്ങി അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ കാറുകൾ മെയിൻറ്റെയിൻസ് ചെയ്യണം. അപ്പം അതെങ്ങനെയാണ് മെയിൻറ്റെയിൻസിന് ഏകദേശം എത്ര? മെയിൻ്റെനൻസ് പറയുമ്പോൾ നമുക്കിപ്പോൾ ഈ വലിയ മോഡൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതിൻ്റെ ഗിയർ, ടയർ അങ്ങനത്തെ പ്രോബ്ലങ്ങൾ ഉണ്ടാവും. പിന്നെ സസ്പെൻഷൻ്റെ ഓയില്, ഇതൊക്കെ ഓയിൽ ഷോക്കുകളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ റീഫിൽ ചെയ്യാം. പിന്നെ ഡിഫറൻഷ്യൽ ഉണ്ട്. ഡിഫറൻഷ്യൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നറിയില്ല, പക്ഷെ എന്നാലും അതെ അവർക്ക് മനസ്സിലാവും. ഡിഫറൻഷ്യൽ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഓയിൽസ് മാറ്റുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മെയിൻ്റെനൻസ് ഉണ്ട് വലിയ കാറുകൾക്ക്. അങ്ങനെയാണ്. പിന്നെ നമ്മളിത് എക്സ്പോയ്ക്കൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ നല്ല ഹൈ ജമ്പൊക്കെ ചെയ്യും. ജമ്പ് ചെയ്ത് വീഴുമ്പോഴത്തേക്കും ഒന്നല്ലെങ്കിൽ ഇതിന്റെ സെന്റർ ഷാഫ്റ്റ് പൊട്ടും, ഡ്രൈവ് ഷാഫ്റ്റ് പൊട്ടും. അപ്പോൾ ചിലപ്പോൾ ഒരു ഷോയിൽ നമുക്ക് ചിലപ്പോൾ ഒരു 20,000 ഒക്കെ ആയിരിക്കും പാർട്സിന് വേണ്ടി മാത്രം എക്സ്പെൻസ് വരാം. അപ്പോൾ അത്രയും ഡാമേജസ് വരും അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ ഈ വണ്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സസ്പെൻഷൻ ഓയിൽ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഒരുപാട് വലിയ മെയിൻ്റെനൻസ് ഒന്നുമില്ല. പിന്നെ ഇതിന്റെ ഇലക്ട്രോണിക് പാർട്സ് അടിച്ചു പോയി കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല, അത് ഭാഗ്യം പോലെ ഇരിക്കും. ഇതിന് വാറന്റിയോ ഗ്യാരണ്ടിയോ ഒന്നുമില്ല. നമ്മളിപ്പോൾ മേടിച്ച് പിറ്റേ ദിവസം അതിൻ്റെ ഇലക്ട്രോണിക്സ് പോയി കഴിഞ്ഞാൽ പോയി. ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈം മേടിച്ചെന്ന് പറഞ്ഞ വണ്ടിയില്ല, വലിയ വണ്ടി, അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, സ്പീഡ് കൺട്രോൾ യൂണിറ്റ്, അത് പോയി. അപ്പൊ അതും എക്സ്പെൻസീവ് ആവില്ലേ നമ്മൾ പുതിയതായിട്ട് വാങ്ങുമ്പോൾ? ഓൾറെഡി അതിന് 10,000 എന്തോ സെപ്പറേറ്റ് കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഇതിന് മാനസികാവസ്ഥ എന്താ ശരിക്കും? മാനസികാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രാന്തായതുകൊണ്ട് അങ്ങ് ആരോടും പരാതി പറയാനില്ലല്ലോ, സ്വന്തമായിട്ട് അങ്ങ് മാനേജ് ചെയ്യാന്നുള്ളൂ.